ഹലോ മക്കളെ, രാവിലെ തന്നെ ഉറക്കം നീച്ചാനാവില്ല. അപ്പണ്ട് ഈ ചങ്ങായി ഇങ്ങനെ വിളിച്ചേ, ഒന്ന് മുടിയിട്ടാൻ പോയി വരല്ലേ. അപ്പണ്ട് അഭിഷേക് വിളിക്കണേ, എനിക്കും വട്ടാണ്ട്. ഞാനുണ്ട്. ഓനെ ഏതോ ഒരു കാട്ടിലാണ്. ഓനെ ഞാൻ അവിടെ പോയി എടുക്കണം. ഓനെ കൊണ്ടുവരാൻ പോയപ്പോ ഞമ്മക്കിട്ട് താങ്ങലായി ഓന്റെ പരിപാടി. നമ്മളെ മുടിയിട്ടാൻ വന്നോണ്ട് നമ്മളെ ചെക്കൻ സോലിന്റെ അടുത്തേക്കാണ് നമ്മളെ വന്നത്. സോലിന് ഇതിന്മേൽ കുത്തമ്മിനാറ് പണി. നമ്മള് പിന്നെ അഭിഷേകിനെ മോട്ടറാക്കി ചൊർക്കയക്കണം. അല്ലെങ്കിൽ ഈ ചങ്ങായി ഇതിമൊന്നും നീച്ചു വരൂലേ, അതുകൊണ്ടാണ് മോട്ടറാക്കി കുത്തിരിക്കാം. ഓന്റെ കറങ്ങലൊക്കെ എന്താ ചൊർക്ക്. ഈ ചങ്ങായിക്ക് പിന്നെ ആഴ്ചയിൽ വെട്ടണം. ചെക്കന് കുറെ ഫാൻസ് ഒക്കെ ഉണ്ടേ ബസ്സിലെ. സോലെ അനൂപിനെ എങ്ങനെ മോട്ടറാക്കാൻ എന്റെ താടിയല്ല ചൊർക്കടാൻ, താടി ഞാൻ സെറ്റാക്കി തരാം. ബാർബർ ഷോപ്പ് പോയ പിന്നെ അത് നിർബന്ധ മിറർ പിക്കേ. അത് കഴിഞ്ഞ് വന്നപ്പോ ഇവനെ മോട്ടറാക്കിയിട്ട് ഇവനെ തുണിക്കുപ്പാട് എടുത്തു കൊടുത്തു. അഭിഷേക് കടയിക്കോണം പറഞ്ഞു ഓനോട് പോയി. ഷറഫിയന്റെ മുതലാളിയെന്ന് പറഞ്ഞ വിചാരം. ആ ചെക്കന്റെ ബസ്സിന്റെ കുറ്റില്ല, അവിടെ ഏറ്റവും സോലിനെ കൊണ്ട് ആക്കിച്ചു നമ്മളെ. നമ്മ രണ്ടാളിഞ്ഞ് ബസ്സിലെ നാട്ടിലെത്തോളം പിന്നെ മിന്നാജിന്റെ തള്ളേനി ഓന്റെ ഡ്രൈവിംഗ് സ്കില്ലിനെ പറ്റിയാണ്ടേ. നാട്ടിലെത്തിയപ്പോൾ നൂറുസ്കാരത്തിന് നേരെക്കണം. അപ്പൊ പിന്നെ പള്ളിക്ക് കയറി നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞിട്ടുണ്ട് പള്ളിക്കട്ട് കടത്തം. അതിന്റെ ഒരു സുഖം വേറെ തന്നെ മക്കളെ. പള്ളിക്കണ്ടേന് കുറച്ച് കുട്ടിപ്പടാള്. ഇങ്ങനെ ഒരു കാലം നമ്മക്കുണ്ടായാലും ബലം വരി കളിച്ചെടുത്ത സമയം അതൊക്കെ കഴിഞ്ഞു മക്കളെ. എരികെത്തിയപ്പണ്ട് ഉമ്മ നല്ല കട്ലേറ്റ് ഒക്കെ പൊരിച്ചിട്ട്. കട്ലേറ്റ് ചൂടാൻ അമ്മേനാണ് സഹായിച്ചു കൊടുത്തു നമ്മള്. അതിലുണ്ട് ഉമ്മാരാണ് ഇവിടെ നാടൻ കളിച്ചു തീർക്കണ്ട. ആ വത്തൊക്കെ കരിഞ്ഞോ. ബാങ്ക് കൊടുക്കലും നോമ്പോർക്കലൊക്കെ വേണം കഴിഞ്ഞു. ഭയങ്കര വാശിയാണ്. പള്ളിയിൽ പോയപ്പോഴാണ് ഈ ചെക്ക നമ്മളെ ഫാനാണല്ലോ. കറങ്ങണ ഫാനല്ല കേട്ടോ, നമ്മളെ ആരാധകൻ. രാത്രി ആയപ്പോ ചെക്കന്മാരെയും കൂട്ടി ഒരു കുലിക്കുടിച്ചാണ് പോയി ബൂസ്റ്റ് വിളിക്കേ. അപ്പൊ ഓക്കെ ബൈ.